ഇന്ത്യ സൗത്ത് ആഫ്രിക്ക രണ്ടാം T20 നാളെയാണ് നടക്കുന്നത്. അതായത് 11-ാം തീയതിയാണ് നടക്കുന്നത്. ആദ്യ T20 ഇന്ത്യ ശക്തമായി ഇന്ത്യ വിജയിച്ചു. ടോസ് നേടിയ സൗത്ത് ആഫ്രിക്ക ഇന്ത്യയെ ബാറ്റിങ്ങിന് അയച്ചു. തുടക്കത്തിൽ കുറച്ച് പതർച്ചുണ്ടായെങ്കിലും പിന്നീട് ഹാർദിക് പാണ്ഡ്യ കുംഫു പാണ്ഡ്യ തൻ്റെ പ്രകടനം കാഴ്ചവെച്ചു. തന്നെയും പുറത്താക്കാൻ പറ്റില്ല, താനും ഈ ടീമിലെ അവിഭാജ്യ ഘടകം തന്നെയാണെന്ന് ഹാർദിക് പാണ്ഡ്യ പിന്നെയും തെളിയിച്ചു. വാഷിങ്ടൺ സുന്ദറിനെയൊക്കെ നിതീഷ് കുമാർ റെഡ്ഡിനൊക്കെ ഒരു പ്രോപ്പർ ഓൾറൗണ്ടർ റീപ്ലേസ്മെൻ്റ് ആയിട്ട് ഗൗതം ഗംഭീറൊക്കെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹാർദിക് പാണ്ഡ്യയ്ക്ക് വലിയൊരു സ്ഥാനം കിട്ടുമോ എന്നുള്ള ലെവലിലൊക്കെ ഒരു ചോദ്യം ഉയർന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ വേൾഡ് കപ്പിനെ എന്തായാലും 2026 ഫെബ്രുവരി 7-ാം തീയതി വേൾഡ് കപ്പ് തുടങ്ങുന്നുള്ളൂ. അപ്പോൾ T20 വേൾഡ് കപ്പ് തുടങ്ങുള്ളൂ. അപ്പോൾ അതിൽ ഹാർദിക് പാണ്ഡ്യയ്ക്ക് സ്ഥാനം ഉണ്ടാകുമോ എന്നുള്ളൊരു ചിന്തക്കിടെയാണ് പരിക്കുന്ന മാറി ഹാർദിക് പാണ്ഡ്യ ടീമിലെത്തുന്നതും ഇമാതിരി പ്രകടനം നടത്തുന്നതും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിഷേക് ശർമ്മ 17 റൺസ്, അഭിഷേക്, സൂര്യ, ഗില്ലിനൊക്കെ എന്തിനാണ് നിർത്തിക്കുന്നത് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഗില്ല്, പിന്നെ തിലക് വർമ്മ, ശിവൻ ദുബെ തുടങ്ങിയിട്ടുള്ള വൻ തോക്കുകളൊക്കെ സൗത്ത് ആഫ്രിക്കൻ പേസ് പടയ്ക്ക് മുന്നിൽ മറുപടി ഇല്ലാതെ നിൽക്കുന്ന സമയത്താണ് ഹാർദിക് പാണ്ഡ്യ വന്നിട്ട് ഒറ്റയാൻ പ്രകടനം നടത്തിയിട്ട് ഞാനിവിടെ തന്നെ ഉണ്ടെന്ന് തെളിയിച്ച് പോയത്. അപ്പോൾ എന്തായാലും ഹാർദിക് പാണ്ഡ്യനെ ഇനി എന്തായാലും ഒഴിവാക്കാൻ പറ്റില്ല എന്നുള്ള ലെവലിൽ തീരുമാനമായിട്ടുണ്ട്. അങ്ങനെ 173 നല്ലൊരു കോമ്പറ്റേറ്റീവ് സ്കോർ ഉയർത്തി വിട്ടു. മറുപടി ബാറ്റിംഗ് നടക്കുന്ന സൗത്ത് ആഫ്രിക്ക ഒരു ഘട്ടത്തിൽ പോലും ഇന്ത്യക്ക് ഒരു വെല്ലുവിളി ഉയർത്താൻ കഴിഞ്ഞില്ല. 101 റൺസിനുള്ള ശക്തമായ വിജയം ഇന്ത്യ നേടി. ചോദ്യം വന്നത് വൈ നോട്ട് സഞ്ജു സാംസൺ എന്തുകൊണ്ട് ടീമിലില്ല എന്നാണ് ചോദ്യം വന്നത്. ഞാനത് തെറ്റ് പറയില്ല, കാരണം ജിതേഷ് ശർമ്മയുണ്ട് കൂടെ 2 വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻമാരുള്ളത്. ജിതേഷ് ശർമ്മയ്ക്ക് അവസരം കൊടുക്കണ്ടേ? ഇപ്പോൾ ജിതേഷ് ശർമ്മ ആണെങ്കിലും സഞ്ജു സാംസൺ ആണെങ്കിലും ഇപ്പോൾ സയ്യിദ് മുഷ്താഖ് അലി കളിച്ചിട്ടാണ് വന്നത്. 6 മത്സരങ്ങൾ 2 പേര് പങ്കെടുത്തു. 90-something റൺസാണ് ജിതേഷ് ശർമ്മ എടുത്തത്. അതിൻ്റെ അറിവ് സഞ്ജു സാംസൺ 230 റൺസ് എടുത്തു. 70 ടോപ്പ് സ്കോർ 70. അത് മികച്ച പ്രകടനം നടത്തിയിട്ട് പോലും സഞ്ജു എന്തുകൊണ്ട് ടീമിൽ എടുത്തില്ല എന്നുള്ള ചോദ്യമുണ്ട്. ഇപ്പോഴത്തെ കോച്ച് ഗൗതം ഗംഭീർ കോച്ച് അല്ലാതിരുന്നപ്പോൾ സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ അത് സഞ്ജു സാംസൺ അല്ല ഇന്ത്യക്കാണ് നഷ്ടം എന്ന് പറഞ്ഞ ഗൗതം ഗംഭീർ ഇപ്പോൾ മാറ്റി നിർത്തുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ ജിതേഷ് ശർമ്മയ്ക്ക് ഒരു അവസരം കൊടുക്കണ്ടേ? ഇപ്പോൾ കഴിഞ്ഞ ഇന്ത്യ വേൾഡ് കപ്പ് എടുത്ത 2024 T20 വേൾഡ് കപ്പിൽ ഒറ്റ മത്സരത്തിൽ സഞ്ജുവിനെ ടീമിൽ ഇറക്കിയില്ല, പ്ലേയിങ് ലെവലിൽ ഇറക്കിയില്ല. സ്ക്വാഡ് ഉണ്ടായിരുന്നിട്ട് പോലും പന്തായിരുന്നു എല്ലാത്തിലും കളിച്ചത്. അപ്പോൾ നമ്മളൊക്കെ പറഞ്ഞു എന്തുകൊണ്ട് ഒരു കളി പോലും കൊടുത്തില്ല എന്ന് പറഞ്ഞു. അതേ അവസ്ഥയാണ് ജിതേഷ് ശർമ്മയ്ക്കും. അറ്റ്ലീസ്റ്റ് ഒരു കളിയെങ്കിൽ 1-2 കളി കളിക്കട്ടെ, സഞ്ജുവിന് എന്താ അവസരം കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ആ ഒരു ചിന്തയിൽ ഞാൻ ഇരിക്കുന്നത്. ഈ 5 കളിയിൽ ഇറക്കിയില്ലെങ്കിൽ ഓക്കെ ഫൈൻ, മനസ്സിലാക്കാം സഞ്ജുവിനെ മനഃപൂർവ്വമായിട്ട് തടയുന്നു എന്നുള്ളത് മനസ്സിലാക്കാം. അല്ലാത്ത പക്ഷം ജിതേഷ് ശർമ്മയ്ക്ക് അവസരം കിട്ടട്ടെ. ഇനി എന്തായാലും 9 മത്സരം കൂടെ ഉള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 മത്സരം കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വേൾഡ് കപ്പാണ്. ഈ 9 മത്സരങ്ങൾ സഞ്ജുവിന് എന്തായാലും അവസരം കിട്ടും. സഞ്ജു ഓൾറെഡി പ്രൂവ് ചെയ്തതാണ്. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യാം, അത്രേ ഉള്ളൂ. എന്തായാലും ശക്തമായ നിലയിൽ ഇന്ത്യ തിരിച്ചു വന്നു. 2020 ആദ്യ മത്സരം ജയിച്ചു. 5-0 വൈറ്റ് വാഷ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെറ്ററാണ്. അപ്പോൾ അതവരുടെ കോച്ചിനെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു മറുപടി ആവുകൂടി ചെയ്തു. പക്ഷേ ഇതിൻ്റെ ഇടയിലും ക്യാപ്റ്റൻ്റെ ഫോമും വൈസ് ക്യാപ്റ്റൻ്റെ ഫോമും ക്വസ്റ്റ്യൻ മാർക്കാണ്. അവർ ഒരു നിഴൽ മാത്രമായിട്ട് നിൽക്കുന്നത്. ഗിൽ എന്തുകൊണ്ട് എനിക്കറിയില്ല. ഗിൽ അതൊക്കെ പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ടായിരിക്കണം. സൂര്യകുമാർ യാദവിന് ഒരിക്കലും ക്യാപ്റ്റൻ സ്ഥാനം ഒരിക്കലും സേഫ് അല്ല. പ്രത്യേകിച്ച് ബാറ്റിങ്ങിൻ്റെ പൂർ ഫോം കൂടി ആയ കാരണം കൊണ്ട് ടീമിൽ നിന്ന് പുറത്താവാൻ സാധ്യതയുമുണ്ട്. കാരണം കൊണ്ട് സൂര്യയുടെയും ഗില്ലിൻ്റെയും ഫോം ഇന്ത്യൻ ക്യാമ്പിനെ ആശങ്കപ്പെടുത്തുന്ന ഒന്നാണ്.